നമസ്കാരം. 24ന്റെ എല്ലാ പ്രേക്ഷകർക്കും 24ന്റെ വാർത്താ പ്രഭാതത്തിലേക്ക് സ്വാഗതം. ഇന്ന് നവംബർ 30 ഞായറാഴ്ച, വൃശ്ചികം 14. പുതിയൊരു വാർത്താപരിധിയിലേക്ക് 24ന്റെ എല്ലാ പ്രേക്ഷകരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. നമസ്കാരം. ന്യൂസ് ബ്രേക്സ് വിശദമായ വാർത്തയിലേക്ക് കടക്കുന്നു. ഞാൻ പ്രവിത ലക്ഷ്മി. ശ്രീലങ്കയിൽ കനത്ത നാശം വിതച്ച ഡിറ്റ്വ ചുഴലിക്കാറ്റിന്റെ സ്വാധീനത്തിൽ തമിഴ്നാട്ടിൽ കനത്ത മഴ. ഏക്കർ കണക്കിന് കൃഷിയിടങ്ങളിലും നിരവധി വീടുകളിലും വെള്ളം കയറി. ചുഴലിക്കാറ്റ് തമിഴ്നാട് തീരം തൊടില്ല എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. വിവിധ ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ചെന്നൈ വിമാനത്താവളത്തിൽ നിന്നുള്ള 47 വിമാന സർവീസുകൾ റദ്ദാക്കി. ശ്രീലങ്കയിൽ 159 പേർക്കാണ് ചുഴലിക്കാറ്റിൽ ജീവൻ നഷ്ടമായത്. കേരളത്തിൽ മഴ തുടരാൻ സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. മനീഷ് മൂർത്തി ചേരുകയാണ് ചെന്നൈയിൽ നിന്ന്. ഒപ്പം അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്നും ചേരുകയാണ്. ആദ്യം മനീഷ് മൂർത്തിയിലേക്ക് പോകുന്നു. മനീഷ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ ഡിറ്റ്വ ചുഴലിക്കാറ്റ് ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. അതേസമയം തന്നെ തമിഴ്നാട്ടിൽ കനത്ത മഴയുണ്ടെന്നും പറയപ്പെടുകയാണ്. ഏക്കർ കണക്കിന് കൃഷിയിടങ്ങളിൽ നിരവധി വീടുകളിലുമൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. അപ്പോൾ തമിഴ്നാട് തീരം ചുഴലിക്കാറ്റ് തൊടില്ല എന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നുണ്ടല്ലോ. എങ്ങനെയാണ് ഈ അറിയിപ്പിന്റെ വിശദാംശങ്ങൾ? പ്രവിത, ഗുഡ് മോർണിംഗ്. തമിഴ്നാട് തീരം തൊടില്ല, അതായത് ഇന്ന് പുലർച്ചെ തമിഴ്നാടിന്റെ വടക്കൻ തീരത്തെത്തും ഡിറ്റ്വ ചുഴലിക്കാറ്റ് എന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാലും ആ ഒരു അലേർട്ടിൽ നേരത്തെ തന്നെ ഇന്നലെ രാത്രിയോട് കൂടി ഒരു മാറ്റം വന്നിരിക്കുന്നു. തമിഴ്നാടിന്റെ തീരത്ത് നിന്നും 25 കിലോമീറ്റർ അകലെ വരെ മാത്രമേ കാറ്റ് എത്തുകയുള്ളൂ. അതിന്റെ മധ്യഭാഗം കടലിൽ തന്നെ തുടരുകയും ചെയ്യും. പിന്നീട് അത് ന്യൂനമർദ്ദമായി മാറുമെന്നുള്ളതാണ്. പക്ഷേ ഈ കാറ്റിന്റെ ഒരു പ്രഭാവം എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഒരു മുന്നറിയിപ്പ് എന്ന് പറയുന്നത്. അതായത് മണിക്കൂറിൽ 80 കിലോമീറ്റർ വരെ വേഗത്തിൽ ചെന്നൈ ഉൾപ്പെടെയുള്ള തീരദേശ ജില്ലകളിൽ കാറ്റടിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. ഇന്നലെ തന്നെ ചെന്നൈ ഉൾപ്പെടെയുള്ള തീരദേശ മേഖലകളിലെ ഏകദേശം ഭൂരിഭാഗം ജില്ലകളിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റടിച്ചിരുന്നു. നമ്മളിപ്പോൾ നിൽക്കുന്നത് പട്ടണപ്പാക്കം ബീച്ചിലാണ്. ചെന്നൈയിലുള്ള പട്ടണപ്പാക്കം എന്ന് പറയുന്ന ബീച്ചിലാണ്. ഈ ബീച്ചിന്റെ ഒരു അവസ്ഥ നമുക്കിപ്പോൾ കാണാൻ സാധിക്കും. അത്ര ശക്തമായ രീതിയിൽ തന്നെ കാറ്റടിക്കുന്നുണ്ട്. അത് വരും മണിക്കൂറുകളിൽ ആ കാറ്റിന്റെ വേഗം കൂടും എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ആ രീതിയിലുള്ള മുന്നൊരുക്കങ്ങളെല്ലാം തന്നെ സംസ്ഥാന സർക്കാരിന്റെ ഒക്കെ ഭാഗത്തു നിന്നും നടത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ആ കാറ്റ് തീരം തൊടും എന്നുള്ള ഒരു ആശങ്ക നിലവിലില്ല. പക്ഷേ കാറ്റ് 25 കിലോമീറ്റർ അകലെ എത്തുമ്പോഴേക്കും വലിയ തോതിലുള്ള ശക്തമായ കാറ്റ് കരയിലേക്ക് അടിച്ചു കയറാനുള്ള സാധ്യതയുണ്ട്. 80 കിലോമീറ്റർ ആണ് കാറ്റിന്റെ വേഗം ആ ഒരു ഘട്ടത്തിൽ ഉണ്ടാവുക എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഒരു മുന്നറിയിപ്പ് എന്ന് പറയുന്നത്. ശ്രീലങ്കയിലേക്ക് പോയാൽ നിലവിൽ 159 ശ്രീലങ്കയിലെ ഒരു മരണസംഖ്യ എന്ന് പറയുന്നത്. മാത്രമല്ല 191 പേരെ കാണാതായിട്ടുണ്ട് എന്നും ഔദ്യോഗികമായി തന്നെ ശ്രീലങ്കയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളുണ്ട്. മറ്റ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് 20 ജില്ലകളിൽ ഇപ്പോഴും വെള്ളക്കെട്ടുമൊക്കെ അതിരൂക്ഷമായി തന്നെ തുടരുന്നുണ്ട്. മാത്രമല്ല അവിടേക്ക് രക്ഷാപ്രവർത്തകർക്ക് എത്തിച്ചേരാൻ പറ്റാത്ത ഒരു നിലയുണ്ട്. അങ്ങനെ ശ്രീലങ്കയിൽ വലിയ തോതിലുള്ള ദുരന്തമാണ് ഡിറ്റ്വ ചുഴലിക്കാറ്റ് വിതച്ചത്. അത് അവിടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന ഒരു രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. പ്രസിഡന്റ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്നലെ. ആ രീതിയിൽ ശ്രീലങ്ക വലിയ ദുരിതത്തിലാണ്. ഇന്ത്യയുടെ നേവിയും അതുപോലെ തന്നെ NDRF ഉൾപ്പെടെയുള്ള സേനാംഗങ്ങളും അവിടെ രക്ഷാപ്രവർത്തനത്തിന് എത്തുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ശ്രീലങ്കയെ ഏകദേശം തകർത്ത നിലയിലാണ് ഡിറ്റ്വ ചുഴലിക്കാറ്റിന്റെ ഒരു പ്രഭാവം എന്ന ഒരു കാര്യമുണ്ടായത്. ആ ഒരു രീതിയിൽ തന്നെയായിരുന്നു തമിഴ്നാടിന്റെയും ആന്ധ്രയുടെയും പുതുച്ചേരിയും ഒക്കെ ഒരു മുന്നൊരുക്കങ്ങൾ നടത്തിയിരുന്നത്. എന്തായാലും ആ മുന്നൊരുക്കങ്ങൾ നിലവിലുണ്ട്. പക്ഷേ എന്തായാലും കാറ്റ് കര തൊടില്ല എന്നുള്ളൊരു സുപ്രധാനമായ ഒരു കാര്യം പറയുന്നത് നിലവിൽ, അതായത് ഇന്നലെ രാത്രി 2:30 മണി വരെയുള്ള കണക്കുകൾ പ്രകാരം കാരക്കലിൽ നിന്ന് 80 കിലോമീറ്റർ അകലെയാണ് നിലവിൽ കാറ്റുള്ളത്. ചെന്നൈ തീരത്ത് നിന്ന് 250 കിലോമീറ്റർ ആണ് കാറ്റിന്റെ അകലമെന്ന് പറയുന്നത്, അതായത് സെന്റർ ഭാഗത്തിന്റെ അകലമെന്ന് പറയുന്നത്. നിലവിൽ 5 കിലോമീറ്റർ ആണ് കാറ്റിന്റെ വേഗമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നുണ്ട്. അത് ഇന്നലെ രാത്രി 2:30, അതായത് ഇന്ന് പുലർച്ചെ 2:30 മണി വരെയുള്ള കണക്കുകൾ പ്രകാരമാണ് ഈ രീതിയിലുള്ള ഒരു കാര്യം. തഞ്ചാവൂർ പോലുള്ള മേഖലകൾ, നാഗപട്ടണം, കടലൂർ പോലുള്ള മേഖലകളിൽ ശക്തമായ മഴ തുടരുന്നുണ്ട്. അവിടെയൊക്കെ നാഗപട്ടണത്തൊക്കെ വീടുകളിൽ വെള്ളം കയറുന്ന നിലയുണ്ട്. അവിടങ്ങളിൽ നിന്നൊക്കെ ആളുകളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. ഈ രീതിയിൽ എല്ലായിടങ്ങളിലും ദുരിതാശ്വാസ ക്യാമ്പുകൾ, ചെന്നൈ ഉൾപ്പെടെയുള്ള മേഖലകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുടരുന്നുണ്ട്. മഴ മുന്നറിയിപ്പാണ് ഉള്ളത്. ഇന്നിപ്പോൾ 2 ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 7 ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ്, ഓറഞ്ച് അലേർട്ടാണ്. അതായത് ചെന്നൈ ഉൾപ്പെടെയുള്ള 7 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ രീതിയിലാണ് എന്തായാലും മുന്നൊരുക്കങ്ങൾ നടത്തുന്നത്. എല്ലാ ജില്ലകളിലും ദുരിതാശ്വാസ ക്യാമ്പുകളുണ്ട്. NDRFന്റെ 14 സംഘങ്ങൾ നിലവിൽ എല്ലാ ജില്ലകളിൽ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. SDRFന്റെ സംഘങ്ങൾ തീരദേശ മേഖലയിലെ ഭൂരിഭാഗം ഇടങ്ങളിലും SDRFന്റെ സംഘങ്ങളുണ്ട്. അങ്ങനെ എല്ലാ സേനാംഗങ്ങളും സജ്ജരാണ്. കാറ്റ് കര തൊടില്ല എന്നത്
ആശ്വാസമാണ്. പക്ഷേ കാറ്റിന്റെ വേഗം 80 കിലോമീറ്ററോളം, അതായത് ഇന്നിപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇന്നത്തെ ദിവസം മുഴുവനായും ഈ രീതിയിലുള്ള ഒരു കാര്യമായിരിക്കും. അത്തരത്തിൽ കാറ്റ് വളരെ വേഗത്തിൽ അടിക്കുമെന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. പ്രവിത. ശരി, മനീഷ് മൂർത്തിയാണ് ചെന്നൈയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇനി അലക്സ് മുഹമ്മദിലേക്ക് പോകുന്നു. തിരുവനന്തപുരത്ത് നിന്ന് അലക്സ് ചേരുന്നത്. അലക്സ്, ഗുഡ് മോർണിംഗ്. കേരളത്തിൽ മഴ എത്രത്തോളം ലഭിക്കാൻ സാധ്യതയുണ്ട്? പ്രവിത, ഗുഡ് മോർണിംഗ്. പ്രവിത, ഡിറ്റ്വ ചുഴലിക്കാറ്റ് കേരളത്തെ നേരിട്ട് ബാധിക്കില്ല എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. പക്ഷേ ഈ കാറ്റിന്റെ സ്വാധീനം, അതിന്റെ പ്രഭാവം കേരളത്തിൽ ഉണ്ടാകും. കേരളത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടാകുന്ന, പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിലും വടക്കൻ കേരളത്തിൽ രാത്രികാലങ്ങളിലും തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും പകൽ സമയങ്ങളിലും അടക്കം ഉണ്ടാകുന്ന തണുത്ത കാലാവസ്ഥ അത് ഡിറ്റ്വ ചുഴലിക്കാറ്റിന്റെ പ്രഭാവമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിൽ ഇടത്തരം മഴ തുടരാൻ സാധ്യതയുണ്ട്. അത് ഡിറ്റ്വ ചുഴലിക്കാറ്റിന്റെ പ്രഭാവം മൂലം അത്തരത്തിൽ ആ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. ഇന്നലെ വിവിധ ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ് നൽകിയിരുന്നു, അതായത് ശക്തമായ മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പ് നൽകിയിരുന്നു. പക്ഷേ ഇന്ന് അത്തരം പ്രത്യേക മഴ മുന്നറിയിപ്പുകൾ ജില്ലാടിസ്ഥാനത്തിൽ നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത നിലനിൽക്കുന്നു. മലയോര മേഖലയിലായിരിക്കും മഴ ഒരുപക്ഷെ കൂടുതൽ ലഭിക്കാൻ സാധ്യത. ആ മഴ ലഭിക്കുമ്പോൾ തന്നെ മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ടെന്ന് കൂടി മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട നിർദ്ദേശം. തീരവുമായി ബന്ധപ്പെട്ടും ജാഗ്രതാ മുന്നറിയിപ്പ് നിലനിൽക്കുന്നു. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് ഏർപ്പെടുത്തിയ വിലക്ക് തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം, കടലിൽ പോകാതിരിക്കാൻ, അതായത് മീൻപിടുത്തത്തിന് പോകാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം കടലിൽ ശക്തമായ കാറ്റിനും മണിക്കൂറിൽ, അതായത് മണിക്കൂറിൽ പരമാവധി 55 കിലോമീറ്റർ വരെയോ ചില സമയങ്ങളിൽ 65 കിലോമീറ്റർ വരെ വേഗതയിലോ വീശിയടിച്ചേക്കാവുന്ന കാറ്റിനും കടൽ പ്രക്ഷുബ്ധമാകാനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. അതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതേസമയം സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ തണുത്ത കാലാവസ്ഥ തുടരാനുള്ള കാരണമായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത് അന്തരീക്ഷം മേഘാവൃതമാണ്. അത് ഡിറ്റ്വ ചുഴലിക്കാറ്റിന്റെ പ്രഭാവം കൊണ്ടാണ് അന്തരീക്ഷം മേഘാവൃതമായി തുടരുന്നത്. സൂര്യപ്രകാശം കൂടുതൽ ലഭിക്കാത്തത് കൊണ്ടാണ് താപനില സാധാരണ ലഭിക്കുന്നതിനേക്കാൾ താഴ്ന്ന നിലയിൽ താപനില പലയിടങ്ങളിൽ രേഖപ്പെടുത്തുന്നത്. മൂന്നാർ പോലുള്ള സ്ഥലങ്ങളിൽ അത് 15 ഡിഗ്രി സെൽഷ്യസും 16 ഡിഗ്രി സെൽഷ്യസും താപനില രേഖപ്പെടുത്തുന്നുണ്ട്. മറ്റിടങ്ങളിൽ തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള തെക്കൻ കേരളത്തിലെ പലയിടങ്ങളിലും 20, 22, 23 ഡിഗ്രി സെൽഷ്യസ് താപനിലയാണ് രാവിലെയൊക്കെ രേഖപ്പെടുത്തുന്നത്. അതങ്ങനെ തന്നെ ചിലപ്പോൾ ഒരുപക്ഷെ ഇന്നും നാളെയും കൂടി ആ താപനില അങ്ങനെ തന്നെ രേഖപ്പെടുത്തുന്നത് തുടരുമെന്നാണ് അറിയുന്നത്. പ്രവിത. അലക്സ് മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. അന്തരിച്ച കൊയിലാണ്ടി MLA കാനത്തിൽ ജമീലയുടെ ഖബറടക്കം മറ്റന്നാൾ. ഔദ്യോഗിക ബഹുമതികളോടെ അത്തോളി കുനിയൽ കടവ് ജുമാ മസ്ജിദിലാണ് ഖബറടക്കം. ചൊവ്വാഴ്ച രാവിലെ CPIM കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഓഫീസിലും ശേഷം കൊയിലാണ്ടി ടൗൺ ഹാളിലും മൃതദേഹം പൊതുദർശനത്തിനും വയ്ക്കും. വിവരങ്ങളുമായി ഷഹദ് റഹ്മാൻ ചേരുകയാണ്. ഷഹദ്, ഇന്നലെയാണ് കാനത്തിൽ ജമീലയുടെ വിയോഗ വാർത്ത നമ്മൾ അറിയുന്നത്. ഖബറടക്കം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്? വിവരങ്ങൾ. പ്രവിത സൂചിപ്പിച്ചതുപോലെ തന്നെ ചൊവ്വാഴ്ചയാണ് ഖബറടക്കം നടക്കുക. കാരണം കാനത്തിൽ ജമീലയുടെ മകൻ വിദേശത്ത് നിന്ന് എത്തേണ്ടതുണ്ട്. എത്തിക്കഴിഞ്ഞാൽ അതായത് അവരുടെ ജന്മനാടായ പള്ളിയിലായിരിക്കും ഖബറടക്കം നടത്തുക. അതിനു മുൻപ് CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഇതുമായി ബന്ധപ്പെട്ട് പൊതുദർശനം ഉണ്ടാകുമെന്ന് ഇന്നലെ തന്നെ പാർട്ടി വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. കൂടാതെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഓഫീസിലും ഒപ്പം തന്നെ കൊയിലാണ്ടി ടൗൺ ഹാളിലും മൃതദേഹം പൊതുദർശനത്തിന് വെക്കും എന്നുള്ളതും അറിയിച്ചിട്ടുണ്ട്. ഈ മരണ വാർത്ത അറിഞ്ഞതിന് തൊട്ടുപുറകെ തന്നെ ഇന്നലെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, അതുപോലെ തന്നെ മന്ത്രി മുഹമ്മദ് റിയാസ്, MK രാഘവൻ, KK രമ തുടങ്ങിയ നേതാക്കളൊക്കെ തന്നെ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് ആശുപത്രിക്ക് മുൻപിലാണ്. നിലവിൽ മൃതദേഹം ഇവിടെയാണ്, ആശുപത്രിയിലാണ് ഉള്ളത്. തുടർന്ന് അടുത്ത ദിവസം ചൊവ്വാഴ്ച മകൻ എത്തുന്നതോടുകൂടിയായിരിക്കും മതപരമായിട്ടുള്ള ചടങ്ങുകളും അതുപോലെ തന്നെ പൊതുദർശനം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ നടക്കുക. കാനത്തിൽ ജമീലയെ സംബന്ധിച്ചിടത്തോളം കോഴിക്കോടും ഒപ്പം തന്നെ കേരളത്തിലും ഒരുപാട് സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒരു വനിതാ നേതാവാണ്. പ്രത്യേകിച്ച് കോഴിക്കോടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് മികച്ച പ്രകടനം കാഴ്ചവെച്ച സംസ്ഥാനത്ത് തന്നെ വലിയ രീതിയിൽ പ്രശംസ പിടിച്ചു പറ്റിയ ഒരു നേതാവാണ് എന്നുകൂടി പറയേണ്ടതുണ്ട്. കഴിഞ്ഞ കുറച്ച് കാലമായി അർബുദത്തെ തുടർന്ന് അവർ ചികിത്സയിലായിരുന്നു. ആദ്യഘട്ടത്തിൽ ഈ ചികിത്സയെ തുടർന്ന് വലിയ അവശയായിരുന്നെങ്കിലും പിന്നീട് ജീവിതത്തിലേക്ക് വലിയ ശക്തിയോടുകൂടി തിരിച്ചു വന്ന ഒരു നേതാവായിരുന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ ഇന്നലെ രാത്രിയോടുകൂടിയിട്ടാണ് ഈ അന്ത്യം സംഭവിക്കുന്നത്. എന്തായാലും ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ആശുപത്രിയിലാണ്. ഇന്നും ഇവിടേക്ക് കൂടുതൽ നേതാക്കളൊക്കെ എത്തിച്ചേരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കോഴിക്കോട് ജില്ലയിൽ ഇന്ന് MV ഗോവിന്ദനെയൊക്കെ വിവിധ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ മരണത്തെ തുടർന്ന് ആ പരിപാടികളൊക്കെ താൽക്കാലികമായി റദ്ദു ചെയ്തിട്ടുണ്ട്. ഷഹദ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിയത്. മലബാറിൽ നിന്നുള്ള ആദ്യ മുസ്ലിം വനിതാ MLA ആണ് കാനത്തിൽ ജമീല. സൗമ്യമായ പെരുമാറ്റത്തിലൂടെ ജനങ്ങളുടെ ഹൃദയം നേടിയ നേതാവ്. വാർഡ് മെമ്പറായി തുടങ്ങി നിയമസഭ വരെ എത്തിയ രാഷ്ട്രീയ യാത്രയായിരുന്നു കാനത്തിൽ ജമീലയുടേത്.
മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള മലബാറിലെ ആദ്യ വനിതാ MLA ആണ് വിടവാങ്ങിയത്. കുടുംബശ്രീ പ്രവർത്തനങ്ങളിലൂടെ പൊതുരംഗത്തെത്തിയ കാനത്തിൽ ജമീലയുടെ പാർലമെന്ററി രാഷ്ട്രീയത്തിലേക്കുള്ള പ്രവേശനം പഞ്ചായത്തംഗമായി. 1995 തലക്കുളത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, 2005 ചേളന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി, 2010 2020 കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായും ജനസമ്മതി തെളിയിച്ച നേതാവ്. 2021 കൊയിലാണ്ടിയിൽ നിന്ന് മത്സരിച്ച് നിയമസഭയിലെത്തിയത്. വാർഡ് മെമ്പറായി തുടങ്ങി ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളിലെല്ലാം ഭരണ മികവ് തെളിയിച്ച് നിയമസഭാംഗം വരെ എത്തിയ അപൂർവത. യാഥാസ്ഥിതിക കുടുംബത്തിൽ ജനിച്ച ജമീല വെല്ലുവിളികളേറെ നേരിട്ടാണ് ചെറുപ്രായത്തിൽ തന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ സജീവമായത്. നിലവിൽ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റും CPIM കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗവുമാണ്. ലാളിത്യം കൊണ്ട് പൊതുസമ്മതി നേടിയ കാനത്തിൽ ജമീല രാഷ്ട്രീയത്തിനതീതമായി ഊഷ്മളമായ സൗഹൃദം സൂക്ഷിച്ചു. നിയമസഭയുടെ അവസാന സെഷനിലും സജീവമായിരുന്ന കാനത്തിൽ ജമീലയുടെ വിയോഗം അപ്രതീക്ഷിതമാണ്. എന്നും ജനപക്ഷത്ത് നിലപാടുറപ്പിച്ച വനിതാ നേതാവ്. നീറുന്ന ജീവൽ പ്രശ്നങ്ങളിലും ആശ്വാസം പകർന്ന സൗമ്യമുഖം മായുന്നു. കാനത്തിൽ ജമീല ഇനി ഓർമ്മകളിൽ. ന്യൂസ് ഡെസ്ക് 24. ഈ വാർത്താ ദിനത്തിലെ സമഗ്ര വിവരങ്ങളുമായി 24ന്റെ പ്രതിനിധികൾ വിവിധ മേഖലകളിൽ നിന്ന് ചേരുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് അലക്സ് റാം മുഹമ്മദ്, കൊച്ചിയിൽ നിന്ന് റാഫി കരീം, കോഴിക്കോട് നിന്ന് ഷാഹിദ് റഹ്മാൻ, ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി, ശബരിമല സന്നിധാനത്തു നിന്ന് MG പ്രതീഷ് എന്നിവരാണ് ചേരുന്നത്. ആദ്യം അലക്സ് റാം മുഹമ്മദിലേക്ക് പോവുകയാണ്. അലക്സ്, ഗുഡ് മോർണിംഗ് അഗെയിൻ. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ തന്നെ തുടരുന്നു എന്നുള്ളതാണ്. കോൺഗ്രസിൽ ഇതേ സംബന്ധിച്ച് ചില ഭിന്നതകളുണ്ട് രാഹുലിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട്. ഒപ്പം തന്നെ ശബരിമലയിൽ SITയുടെ നീക്കങ്ങൾ അതെങ്ങനെയായിരിക്കും? ഇതുൾപ്പെടെ ഇന്ന് വരാൻ സാധ്യതയുള്ള വാർത്തകളുടെ വിശദാംശങ്ങൾ പറയും. പ്രവിധ, തലസ്ഥാനത്ത് നിന്ന് വരാനുള്ള പ്രധാനപ്പെട്ട വാർത്തകൾ നേരത്തെ പ്രവിധ സൂചിപ്പിച്ചതുപോലെ തന്നെ അതിൽ ആദ്യത്തേത് രാഹുൽ മാങ്കൂട്ടത്തിൽ കേസാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെയുള്ള ലൈംഗിക പീഡന പരാതി, ഒപ്പം നിർബന്ധപൂർവ്വം ഗർഭചിത്രം നടത്തൽ അടക്കമുള്ള ഈ പരാതി, അത് രാഹുൽ മാങ്കൂട്ടത്തിന് കുരുക്കാണ്. ആ കുരുക്ക് മുറുകുകയാണ്. അതിൽ അറസ്റ്റ് ഒഴിവാക്കാനുള്ള നടപടികളിലേക്ക്, അത് അതിവേഗ നടപടികളിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ കടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഇപ്പോഴും ഒളിവിൽ തുടരുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ നൽകിയ മുൻകൂർ ജാമ്യ ഹർജി അത് അടുത്ത ബുധനാഴ്ച പരിഗണിക്കാനിരിക്കുകയാണ്. അത് പരിഗണിക്കാനിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് കൂടുതൽ ഡിജിറ്റൽ തെളിവുകൾ, അതായത് ഈ അതിജീവിത നെയ്യാറ്റിൻകര കോടതിയിൽ അവരുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയിരുന്നു. അത് മാത്രമല്ല, അവർ എഴുതി തയ്യാറാക്കിയ പരാതിയും അവർ പോലീസിന് നൽകിയിരുന്നു. ഇത് അടിസ്ഥാനപ്പെടുത്തിയാണ് കേസന്വേഷണം മുന്നോട്ട് പോകുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ഡിജിറ്റൽ തെളിവുകളടക്കം അവർ ഹാജരാക്കിയിരുന്നു. പക്ഷേ അതിനെല്ലാം ഖണ്ഡിക്കുന്ന തരത്തിൽ ചില ഡിജിറ്റൽ തെളിവുകൾ ഇന്നലെ രാഹുലിന്റെ വക്കീൽ കോടതിയിൽ ഹാജരാക്കി എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ഇതിൽ പ്രധാനമായി അറിയാൻ കഴിയുന്നത് ഈ അറസ്റ്റ് ഒഴിവാക്കുന്നതിനുള്ള നടപടികളുമായി രാഹുൽ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. ഇതിൽ ഈ ലൈംഗിക പീഡന പരാതിയിൽ തെളിവ് ശേഖരണത്തിലേക്ക് അന്വേഷണ സംഘം കടക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സുപ്രധാനമായ കാര്യം. പെൺകുട്ടിയുടെ മൊഴി പ്രകാരമുള്ള സ്ഥലങ്ങളിൽ നിന്ന് അന്വേഷണ സംഘം തെളിവ് ശേഖരിക്കും. പെൺകുട്ടി കൈമാറിയ ഡിജിറ്റൽ തെളിവുകളിൽ ശാസ്ത്രീയ പരിശോധനയും പൂർത്തിയാക്കാനാണ് തീരുമാനം. ആവശ്യമെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട മറ്റാളുകളുടെ മൊഴിയും രേഖപ്പെടുത്താനാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ തുടരുമ്പോഴും കോൺഗ്രസിൽ ഇതിൽ ഭിന്നാഭിപ്രായം തുടരുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതിന്റെ നടപടി സ്വീകരിക്കണോ, അതല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ സ്വയം അത് ബോധ്യപ്പെട്ട് മാറി നിൽക്കണമെന്ന് കോൺഗ്രസിൽ ചില മുതിർന്ന നേതാക്കൾ അഭിപ്രായപ്പെടുന്നു. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് അത്തരം ഒരു വിഭിന്ന അഭിപ്രായം നിലവിൽ വേണ്ട. കാരണം ഈ കേസിൽ കോൺഗ്രസ് ശക്തമായ നടപടി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സ്വീകരിച്ചതാണ്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് അദ്ദേഹത്തെ നീക്കി. അതുമാത്രമല്ല, പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ നീക്കി തുടങ്ങി കർശനമായ നടപടികൾ സ്വീകരിച്ച പാർട്ടിയാണ് കോൺഗ്രസ്. ഇത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് സർക്കാരിനെതിരെ ഉയർത്തുന്ന അല്ലെങ്കിൽ ഉയർന്നു വരേണ്ട വിഷയങ്ങൾ മറയ്ക്കുന്നതിന് വേണ്ടിയാണ് നിലവിൽ ഈ വിഷയങ്ങളിലെ ഭിന്ന അഭിപ്രായങ്ങൾ മാറുക എന്നുള്ളതാണ് കോൺഗ്രസ് ക്യാമ്പ് വിലയിരുത്തുന്നത്. അതിനാൽ അത്തരം വ്യത്യസ്ത അഭിപ്രായങ്ങൾ നിലവിൽ പുറത്തേക്ക് പറയേണ്ട എന്നുള്ളതാണ് കോൺഗ്രസ് KPCC തീരുമാനിച്ചിരിക്കുന്നത്. ആ തരത്തിലായിരിക്കും കോൺഗ്രസ് നേതാക്കൾ അടുത്ത ദിവസങ്ങളിൽ ഇതിൽ മുന്നോട്ട് പോവുക. അതേസമയം തന്നെ പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താനും ശ്രമിക്കും. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കോൺഗ്രസ് പാർട്ടി എന്ത് നടപടിയാണ് സ്വീകരിച്ചത്, അത് ഏത് ഘട്ടത്തിലാണ്, ഇനി എന്തൊക്കെ നടപടി സ്വീകരിക്കും എന്നുള്ള കാര്യങ്ങൾ അത് പൊതുസമൂഹത്തിൽ ബോധ്യപ്പെടുത്തും, ആ സന്ദേശം നൽകുമെന്നുള്ളതാണ് KPCC തീരുമാനിച്ചിരിക്കുന്നത്. ഇതാണ് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടാണ്.
റിപ്പോർട്ടാണ്. അതിൽ ഹൈക്കോടതിയിൽ ഇടക്കാല റിപ്പോർട്ട് നൽകിയ ശേഷം തുടർ നീക്കമെന്ന നിലപാടിലാണ് SIT സംഘമുള്ളത്, അതായത് പ്രത്യേക അന്വേഷണ സംഘമുള്ളത്. ഇതിൽ A. പത്മകുമാറിനെ ഉൾപ്പെടെയുള്ള പ്രതികളെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങുന്ന കാര്യം അതിനുശേഷം തീരുമാനിക്കുമെന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. മറ്റു ദേവസ്വം ബോർഡ് അംഗങ്ങളെ വീണ്ടും ചോദ്യം ചെയ്യുന്നത് വൈകുമെന്നാണ് അന്വേഷണ സംഘത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അതേസമയം സന്നിധാനത്ത് നിന്ന് ശേഖരിച്ച സാമ്പിളുകളുടെ ശാസ്ത്രീയ പരിശോധനാ ഫലം ഈ തുടർ അന്വേഷണത്തിൽ നിർണായകമാകും. ആ ശാസ്ത്രീയ പരിശോധനാ ഫലത്തിനായി SIT സംഘം കാത്തിരിക്കുകയാണ്. പ്രവിത. ശരി, അലക്സ് റാം മുഹമ്മദാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. ഇനി കൊച്ചിയിലേക്ക് പോകുന്നു. മുനമ്പത്ത് ഒരു വിഭാഗം സമരം അവസാനിപ്പിക്കാനിരിക്കുകയാണ്. റാഫി കരീമാണ് ചേരുന്നത് കൊച്ചിയിൽ നിന്ന്. റാഫി, ഗുഡ് മോർണിംഗ്. ഞാൻ സൂചിപ്പിച്ചതുപോലെ മുനമ്പത്ത് ഒരു വിഭാഗം സമരം അവസാനിപ്പിക്കാനിരിക്കുകയാണെന്ന്, പക്ഷേ അതേസമയം തന്നെ മറ്റൊരു വിഭാഗം സമരം തുടരുമെന്നും പറയുന്നുണ്ട്. ഇന്ന് മന്ത്രിമാർ സന്ദർശിക്കുന്നുണ്ട് മുനമ്പത്ത്. എപ്പോഴായിരിക്കും ഈ സന്ദർശനം? തീർച്ചയായും 414 ദിവസം നീണ്ടുനിന്ന സമരമാണ് ഇന്ന് അവസാനിക്കുന്നത്. മുനമ്പത്തെ അവരുടെ റവന്യൂ അവകാശങ്ങളിൽ കരമടയ്ക്കുന്ന കാര്യങ്ങൾ ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് പൂർത്തിയായിരുന്നു. ഏകദേശം 250-ലധികം കുടുംബങ്ങൾ ഇതിനോടകം മുനമ്പത്തെ കരമടച്ചു കഴിഞ്ഞു. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് 414 ദിവസം നീണ്ടുനിന്ന മുനമ്പത്തെ പള്ളി അങ്കണത്തിൽ നടത്തി വന്നിരുന്ന സമരം അവസാനിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് സമരസമിതി എത്തിയിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് ഇന്ന് ഉച്ചയ്ക്ക് 11 മണിയോടുകൂടി മന്ത്രിമാരായ P. രാജീവും K. രാജനും ഈ സമരപ്പന്തലിലെത്തും. ഇവർ ഒരുമിച്ചായിരിക്കും ഈ സമരം അവസാനിപ്പിക്കുക എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം തന്നെ മറ്റൊരു വിഭാഗം ഈ സമരം തുടർന്നു പോകാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. മുനമ്പം സമരസമിതി രണ്ടായി നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതിലൊരു വിഭാഗമാണ് ഈ സമരം തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അതിൽ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആവശ്യം എന്നുള്ളത് മുനമ്പം ഭൂമി അത് വഖഫിന്റെ ഭൂമി പട്ടികയിൽ നിന്ന് ഒഴിവാക്കി കിട്ടുന്നതുവരെ സമരം തുടരണം എന്നുള്ളതാണ്. ഒപ്പം തന്നെ സുപ്രീം കോടതിയിലേക്ക് വഖഫ് സംരക്ഷണ വേദി നൽകിയിരിക്കുന്ന അപ്പീലുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ വന്നതിന് ശേഷം മാത്രം ഈ സമരം അവസാനിപ്പിക്കാം എന്നുള്ളതാണ് മറ്റൊരു വിഭാഗത്തിന്റെ തീരുമാനം. എന്നാൽ ഈ കരമടയ്ക്കുന്ന ആവശ്യം അത് അംഗീകരിച്ച സ്ഥിതിക്ക് നിലവിൽ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുമെന്നുള്ള സർക്കാർ ഉറപ്പിന്റെ പശ്ചാത്തലത്തിൽ സമരം അവസാനിപ്പിക്കാനാണ് മറ്റൊരു വിഭാഗത്തിന്റെ തീരുമാനം എടുത്തിരിക്കുന്നത്. അതായത് ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ ഇത് ഏത് നിലയിലേക്ക് മാറും എന്നുള്ളത് ഏറെ നിർണായകമാണ്. എന്തായാലും നിലവിൽ 414 ദിവസങ്ങളായി റാഫി കരീമാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. മുനമ്പത്ത് ഒരു വിഭാഗം സമരം അവസാനിപ്പിക്കാൻ പോവുകയാണ്. അതേസമയം സമരം തുടരാൻ മറ്റൊരു വിഭാഗം തീരുമാനിച്ചിട്ടുണ്ട്. റാഫി കരീമാണ് വിവരങ്ങൾ നൽകിയത്. ഇനി ഡൽഹിയിലേക്കാണ്. പാർലമെന്റ് തുടങ്ങാനിരിക്കുകയാണ്. സർവകക്ഷി യോഗം ഇന്ന് ചേരുന്നുണ്ട്. ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷനിലെ ഒഴിവുവന്ന 12 വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് ഇന്നാണ് നടക്കുക. ബൽറാം നെറുങ്ങാടിയാണ് ചേരുന്നത്. ബൽറാം, ഗുഡ് മോർണിംഗ്. ഡൽഹിയെ സംബന്ധിച്ച് ഇന്ന് പ്രധാനപ്പെട്ട വാർത്തകൾ വരാനിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് പാർലമെന്റ് തുടങ്ങാൻ പോകുന്നു. അതിന് മുന്നോടിയായി സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട് എന്നുള്ളതാണ്. വിശദാംശങ്ങൾ എങ്ങനെ? വെരി ഗുഡ് മോർണിംഗ് പ്രവിത. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം നാളെ മുതൽ ആരംഭിക്കുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്ന് ഈ സർവകക്ഷി യോഗം, സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം ചേരുന്നത്. കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവാണ് എല്ലാ പാർട്ടികളെയും ഈ യോഗത്തിനായി ക്ഷണിച്ചിരിക്കുന്നത്. യോഗത്തിൽ പ്രധാനമായും പാർലമെന്റിന്റെ സുഗമമായ നടത്തിപ്പിനായി പ്രതിപക്ഷ പാർട്ടികളുടെ സഹകരണം തേടുക എന്നുള്ളത് തന്നെയാണ് ഈ ഒരു യോഗത്തിന്റെ ഉദ്ദേശം. ഇന്ന് രാവിലെ 11 മണിക്ക് പാർലമെന്റ് അനക്സിൽ വെച്ചാണ് ഈ യോഗം ചേരുന്നത്. അതേസമയം പ്രതിപക്ഷത്തിന്റെ യോഗവും ഇന്ന് ചേരുന്നുണ്ട്. കോൺഗ്രസിന്റെ യോഗം സ്ട്രാറ്റജി മീറ്റിംഗ് ഇന്ന് വൈകിട്ട് 5 മണിക്ക് ചേരുന്നുണ്ട്. ഒപ്പം തന്നെ നാളെ രാവിലെ 10 മണിക്ക് പ്രതിപക്ഷ പാർട്ടികൾ ഇന്ത്യ സഖ്യത്തിന്റെ ഒരു യോഗവും ചേരുന്നുണ്ട്. ഈ യോഗത്തിലായിരിക്കും ഏത് തരത്തിലാണ് പാർലമെന്റിനകത്ത് ഭരണപക്ഷത്തെ നേരിടേണ്ടത് എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക. പ്രധാനമായും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടേറെ ബില്ലുകൾ, ആണവ ഊർജ്ജ ബില്ല് അടക്കമുള്ള ബില്ലുകൾ 12 ബില്ലുകളാണ് ഇത്തവണ 15 ദിവസം നീണ്ടു നിൽക്കുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ അവതരിപ്പിക്കാൻ ഇരിക്കുന്നത് സർക്കാർ എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. അതേസമയം SIR അടക്കമുള്ള വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷമായ പ്രതിഷേധം പാർലമെന്റിനകത്ത് സംഘടിപ്പിക്കാനുള്ള തീരുമാനത്തിലാണ് പ്രതിപക്ഷം. ഇന്നും നാളെയും നടക്കുന്ന പ്രതിപക്ഷ യോഗത്തിലായിരിക്കും ഇത് സംബന്ധിച്ച തീരുമാനമെടുക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കുന്നുണ്ട്. ഡൽഹിയിൽ MCDയിലെ ഒഴിവ് വന്ന 12 സീറ്റുകളിലേക്കാണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നത്. ഇതിൽ 11 സീറ്റുകളിലും സ്ഥാനാർത്ഥികൾ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച ഒരു പശ്ചാത്തലത്തിലാണ് വീണ്ടും ഉപതെരഞ്ഞെടുപ്പിനുള്ള സാഹചര്യം ഉണ്ടായത്. BJPയും കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും തമ്മിൽ കടുത്ത മത്സരം തന്നെയാണ് ഈ 12 വാർഡുകളിലും നടക്കുന്നത്. എന്തായാലും ഇന്ന് രാവിലെ ഈ പോളിംഗിനോടനുബന്ധിച്ച് പ്രത്യേക യാത്രാ ക്രമീകരണം ഡൽഹി മെട്രോയുടെയും ബസിൻ്റേതടക്കമുള്ള പ്രത്യേക ക്രമീകരണങ്ങൾ ഇന്ന് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഡിസംബർ 3-നാണ് വോട്ടെണ്ണൽ നടക്കുക. പ്രവിത.
ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. ഇനി ശബരിമലയിലേക്ക് പോകുന്നു. അവധി ദിവസമായിരുന്നിട്ടും ശബരിമലയിൽ ഇന്നലെ ദർശനം നടത്തിയവരുടെ എണ്ണത്തിൽ കുറവ്. 76,151 ഭക്തരാണ് ഇന്നലെ സന്നിധാനത്തെത്തിയത്. സ്പോട്ട് ബുക്കിംഗിൽ നിയന്ത്രണം കൊണ്ടുവന്നതോടെയാണ് തീർത്ഥാടകരുടെ വരവ് കുറഞ്ഞത്. ഇന്ന് പുലർച്ചെ നട തുറന്നത് മുതൽ സാധാരണ നിലയിലുള്ള തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. MG പ്രതീഷ് ചേരുകയാണ് സന്നിധാനത്ത് നിന്ന്. പ്രതീഷ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ സന്നിധാനത്തിൽ എല്ലാം കൃത്യമായി തന്നെ നടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിലുള്ള ക്രമീകരണമൊക്കെ ഫലം കാണുന്നു എന്ന് മനസ്സിലാക്കുന്നു. വിവരങ്ങൾ എങ്ങനെയാണ്? പ്രവിത, ശബരിമലയിൽ മണ്ഡലകാലം തുടങ്ങിയ ആദ്യ ദിവസം മുതൽ വലിയ തീർത്ഥാടന തിരക്കാണ് അനുഭവപ്പെടുന്നത്. സാധാരണ അവധി ദിവസങ്ങളിൽ തിരക്ക് കൂടാനുള്ള ഒരു പതിവാണുള്ളത്. പക്ഷേ ഇന്നലെ ഈ ശനിയാഴ്ചയായിട്ട് പോലും ഇന്നലെ വളരെ കുറച്ച് തീർത്ഥാടകർ മാത്രമാണ് ശബരിമലയിൽ എത്തിയത്. 76,000-ഓളം തീർത്ഥാടകർ ഇന്നലെ ദർശനം നടത്തി എന്നതാണ് പോലീസിന്റെ ഔദ്യോഗികമായ കണക്ക്. സാധാരണ ഇന്ന് ഞായറാഴ്ചയാണ്, ഇന്ന് വലിയ തിരക്ക് അനുഭവപ്പെടാനുള്ളതാണ്. പക്ഷേ രാവിലെ മുതൽ തീർത്ഥാടകരുടെ കുറവാണ് ശബരിമലയിൽ അനുഭവപ്പെടുന്നത്. നേരത്തെ നടപ്പന്തലിലൊക്കെ തന്നെ തീർത്ഥാടകരെ കൊണ്ട് നിറഞ്ഞ സ്ഥിതി ആയിരുന്നുവെങ്കിൽ ഒറ്റ ക്യൂ മാത്രമേ നിലവിൽ നടപ്പന്തലിലുള്ളൂ. വളരെ സുഗമമായ രീതിയിൽ തീർത്ഥാടകർക്ക് ഇപ്പോൾ ഇന്ന് ദർശനം നടത്താൻ കഴിയുന്നുണ്ട്. ഈ നടപ്പന്തലിലും ഒപ്പം 18-ാം പടിക്ക് താഴെയും ഉൾപ്പെടെ തീർത്ഥാടകരുടെ നീണ്ട നിരയൊന്നും തന്നെ നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഇപ്പോൾ കാണുന്നത് ഈ ശ്രീകോവിലിന് സമീപമുള്ള ഈ ഫ്ലൈ ഓവറിലെ ദൃശ്യങ്ങളാണ്. ഈ ഫ്ലൈ ഓവറിൽ ഇപ്പോൾ ഈ ശ്രീകോവിലിന് സമീപം ദർശനത്തിനായി കാത്തു നിൽക്കുന്ന തീർത്ഥാടകർ മാത്രമാണ് ഉള്ളത്. വലിയ തിരക്ക് ഫ്ലൈ ഓവറിലൊന്നും തന്നെ അനുഭവപ്പെടുന്നില്ല. ഒപ്പം സാധാരണ 18-ാം പടിക്ക് താഴെ ഉൾപ്പെടെ തീർത്ഥാടകരെ നിയന്ത്രിച്ചുകൊണ്ടാണ് 18-ാം പടി കയറ്റാൻ അനുവദിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഈ 18-ാം പടിക്ക് താഴെ പോലും തീർത്ഥാടകരുടെ വലിയ തിരക്കില്ല. ഈ മല കയറി നടപ്പന്തൽ കഴിഞ്ഞ് നേരെ തീർത്ഥാടകർക്ക് 18-ാം പടി കയറി ദർശനം നടത്താൻ കഴിയുന്നുണ്ട്. ഒരു കാത്തുനിൽപ്പിന്റെയും ഒരു കാര്യമില്ല ഈ ദിവസങ്ങളിൽ എന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കാരണം ഈ സ്പോട്ട് ബുക്കിംഗിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയതോടു കൂടിയാണ് തീർത്ഥാടകർ കൃത്യമായി ഈ വെർച്വൽ ക്യൂ വഴി തന്നെ ബുക്ക് ചെയ്ത് എത്താൻ തുടങ്ങിയത്. അതാണ് ഈ തിരക്ക് കുറയാൻ കാരണമെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നാളെയോടുകൂടി വീണ്ടും തിരക്ക് വർദ്ധിക്കും എന്നതാണ് മനസ്സിലാക്കുന്നത്. ഈ ഡിസംബർ മാസം 25-ാം തീയതി വരെയുള്ള വെർച്വൽ ക്യൂ സ്ലോട്ടുകളെല്ലാം തന്നെ ഇതിനോടകം തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ട്. കൃത്യമായ പാസുകൾ ഉള്ള തീർത്ഥാടകരെ മാത്രം കയറ്റിവിട്ടാൽ മതി എന്നതാണ് ഹൈക്കോടതി പോലീസിനും ദേവസ്വം ബോർഡിനും നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് തീർത്ഥാടകരെ പമ്പയിൽ നിന്ന് കയറ്റിവിടുന്നത്. എന്തായാലും വളരെ സുഗമമായ രീതിയിൽ തീർത്ഥാടനം പുരോഗമിക്കുകയാണ്. വലിയ ബുദ്ധിമുട്ടൊന്നും തന്നെ ഇല്ലാതെ തീർത്ഥാടകർ ദർശനം നടത്തി മടങ്ങുന്നുണ്ട്. പ്രവിത, ശരി. 24 കണക്റ്റും കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും സംയുക്തമായി തൃശൂരിൽ നിർമ്മിച്ച രണ്ടാമത്തെ വീടിന്റെ താക്കോൽ കൈമാറി. പേരാമംഗലം വരടിയത്താണ് മെച്ചപ്പെട്ട സൗകര്യങ്ങളുടെ അരുണാട്ടുകര സ്വദേശികൾക്ക് വീടൊരുങ്ങിയത്. ഒരുപാട് നന്ദി ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും 24 ന്യൂസ് കണക്റ്റിൽ ടീം എല്ലാവർക്കും ദൈവത്തിനും ഒത്തിരി നന്ദിയുണ്ട്. രണ്ട് പതിറ്റാണ്ടിലേറെയായി വാടക വീട്ടിലായിരുന്നു അരുണാട്ടുകര സ്വദേശികളായ ജസ്മി പ്രസൂനൻ ദമ്പതികളുടെ താമസം. ശ്യാം കൃഷ്ണ, ധ്യാൻ കൃഷ്ണ എന്നീ രണ്ടു മക്കളുടെ പഠനവും വീട്ടുവാടകയും താങ്ങാവുന്നതായിരുന്നില്ല. 20 വർഷത്തിനിടയിൽ 6 വീടുകളിൽ മാറി മാറി താമസിച്ചു. വാടക കുറവ് നോക്കി തിരഞ്ഞെടുത്ത വീടുകളിൽ പലതും ചോർന്നൊലിക്കുന്നതായിരുന്നു. കയ്യിലുള്ള പണം സ്വരുക്കൂട്ടി വരടിയത്ത് കുറച്ച് സ്ഥലം വാങ്ങി. 12 വർഷം പിന്നിട്ടിട്ടും ആ സ്ഥലത്ത് ഒരു തറക്കല്ലിടാൻ പോലും സാമ്പത്തിക പ്രതിസന്ധി മൂലം സാധിച്ചില്ല. ഇതോടെയാണ് സഹായം അഭ്യർത്ഥിച്ച് 24 കണക്റ്റിനെ സമീപിച്ചത്. കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷന്റെയും 24 കണക്റ്റിന്റെയും സഹകരണത്തോടെ 4-അംഗ കുടുംബത്തിന് വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമായി. 12 വർഷമായിട്ട് ഈ സ്ഥലം ഇവിടെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്കിവിടെ വീട് പണിയാനുള്ള സാമ്പത്തികം ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഞങ്ങൾ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും 24 ന്യൂസും കൂടിയിട്ട് ഇങ്ങനൊരു ഭവന സഹായ പദ്ധതി കൊടുക്കേണ്ടതെന്ന് പറഞ്ഞത്. ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഒരു സ്വന്തം വീടാവുന്നുള്ളത്. ഒരു സ്വപ്നമാണോ വരെ വിചാരിച്ചു പോയിട്ടുണ്ട്. കുടുംബത്തിന് 24 തൃശൂർ ബ്യൂറോ ചീഫ് സൂരജ് സജി താക്കോൽ കൈമാറി. കണക്ട് കോർഡിനേറ്റർ ബാദുഷ കലാഭവൻ, മുൻ വാർഡ് മെമ്പർ നെൽസൺ ഫ്രാൻസിസ് തുടങ്ങി നിരവധി പേർ താക്കോൽ കൈമാറ്റ ചടങ്ങിൽ പങ്കാളികളായി. 24 തൃശൂർ. കായിക വാർത്തകൾ നോക്കാം. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഏകദിന പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം. റാഞ്ചിയിൽ ഉച്ചയ്ക്ക് 1:30 ആദ്യ മത്സരം. രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും വീണ്ടും കളത്തിലേക്ക് എത്തുന്നതിന്റെ ആവേശത്തിലാണ് ആരാധകർ.
ധോണിയുടെ നാട്ടിൽ രോഹിത് കോഹ്ലി ഷോക്കാത്ത ആരാധകർ. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ഇന്ത്യൻ ടീമിൽ യങ് സെൻസേഷനുകൾ ഏറെയുണ്ടെങ്കിലും ക്രിക്കറ്റ് ആരാധകരുടെ കണ്ണും മനസ്സുമെല്ലാം ഈ സീനിയേഴ്സ്. പുറത്താക്കാൻ എന്തെങ്കിലും കാരണം കാത്തിരിക്കുന്ന സെലക്ടേഴ്സിനെതിരെ കൂടിയാണ് റോക്കോ ജോഡി ബാറ്റ് എടുക്കുക. ടീം ഇന്ത്യക്കാകട്ടെ ടെസ്റ്റ് പരമ്പരയിലെ നാണംകെട്ട തോൽവിക്ക് പ്രോട്ടീസിനോട് പകരം വീട്ടുകയും വേണം. ക്യാപ്റ്റൻ ശുഭമാൻ ഗില്ലും വൈസ് ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരും പരിക്കേറ്റ് പുറത്തായതിനാൽ ടീമിനെ നയിക്കുക KL രാഹുൽ. ഗില്ലിന് പകരം യശസ്വി ജയ്സ്വാൾ രോഹിത്തിന്റെ ഓപ്പണിംഗ് പങ്കാളിയാകുമ്പോൾ 4-ാം നമ്പറിൽ ഋതുരാജ് ഗെയ്ക്വാദിന് അവസരം കിട്ടിയേക്കും. ഇനി കോച്ച് ഗൗതം ഗംഭീറിന്റെ ഇടംകയ്യൻ ബാറ്റർ പ്രേമത്തിനാണ് മുൻഗണനയെങ്കിൽ ഋഷഭ് പന്തോ തിലക് വർമ്മയോ ആയിരിക്കും ആദ്യ 11-ൽ. അതുപോലെ ടീമിൽ ഓൾറൗണ്ടർമാരുടെ നീണ്ട നിര വേണമെന്ന ശീലം നടപ്പിലായാൽ വാഷിംഗ്ടൺ സുന്ദർ, രവീന്ദ്ര ജഡേജ, നിതീഷ് കുമാർ റെഡ്ഡി എന്നിവർക്കൊപ്പം ഗംഭീറിന്റെ സ്വന്തം പയ്യൻ ഹർഷിത് റാണയും ടീമിൽ ഇടം ഉറപ്പിക്കും. സ്പെഷ്യലിസ്റ്റ് സ്പിന്നറായി കുൽദീപ് യാദവ് എത്തുമ്പോൾ ശേഷിച്ച സ്പോട്ട് പേസർ അർഷ്ദീപ് സിംഗിനും ലഭിക്കും. അതേസമയം ടെമ്പ ബൗമ നയിക്കുന്ന ദക്ഷിണാഫ്രിക്കൻ നിര എയ്ഡൻ മാർക്രം, ക്വിന്റൻ ഡീകോക്ക്, ഡെവാൾ ബ്രവിസ്, മാർക്കോ യാൻസൺ തുടങ്ങി മാച്ച് വിന്നർമാരാൽ സമ്പന്നമാണ്. സ്പോർട്സ് ഡെസ്ക് 24. തിരഞ്ഞെടുപ്പ് ചൂടിൽ കേരളം. പഞ്ചായത്തിലോട്ട് കോ സ്പോൺസേഡ് ബൈ വോക്കർ ധരിക്കൂ, നടന്നുകൊണ്ടേയിരിക്കൂ. പേരിനു പോലും പ്രതിപക്ഷമില്ലാത്ത വയനാട് തിരുനെല്ലിയിൽ CPIM-ഉം CPI-യും പരസ്പരം മത്സരിക്കുന്ന വാർഡുണ്ട്. 9ാം വാർഡായ ചേലൂരിലാണ് ഇത്തരമൊരു മത്സരം. ജില്ലാ നേതൃത്വത്തിന്റെ ഇടപെടൽ അവഗണിച്ച് CPIM പ്രാദേശിക നേതാക്കളാണ് LDF-ന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ മത്സരത്തിന് കളമൊരുക്കിയത്. LDF ധാരണപ്രകാരം തിരുനെല്ലിയിൽ CPI മത്സരിക്കുന്ന 2 സീറ്റുകളിൽ ഒന്നാണ് ചേലൂർ. ഈ സീറ്റ് CPIM ആവശ്യപ്പെട്ടത് മുതൽ പ്രശ്നങ്ങൾ തുടങ്ങി. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ CPI ഇവിടെ സ്ഥാനാർത്ഥിയായി ഷീജ ബേബിയെ പ്രഖ്യാപിച്ചു. അരിവാൾ നെൽക്കതിർ അടയാളത്തിൽ ഷീജ മത്സരരംഗത്തേക്ക് വന്നതോടെ CPIM പ്രാദേശിക നേതൃത്വം C പുഷ്പയെ മത്സരത്തിനിറക്കി. എന്നാൽ പാർട്ടി ചിഹ്നം ലഭിക്കാത്തതിനെ തുടർന്ന് ഫോൺ അടയാളത്തിലാണ് മത്സരിക്കുന്നത്. പാർട്ടി അംഗീകരിച്ച സ്ഥാനാർത്ഥി ഞാനാണ്, LDF-ന്റെ സ്ഥാനാർത്ഥി. പെട്ടെന്ന് ഇനിയിപ്പോൾ പിന്നെന്താ അവർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്തിയെന്ന് നമുക്കറിയുന്നില്ല. ഇവിടുത്തെ പ്രാദേശിക നേതാക്കളെല്ലാം അവരുടെ കൂടെ തന്നെയുണ്ട്. CPIM-ന്റെ പ്രവർത്തനത്തിനൊന്നും അവരൊന്നും സജീവമായിട്ട് പങ്കെടുക്കുകയൊന്നും ചെയ്യുന്നില്ല. 2010-ൽ ഈ വാർഡിനെ പ്രതിനിധീകരിച്ചിരുന്ന കോൺഗ്രസിലെ PV വാസന്തിയാണ് UDF സ്ഥാനാർത്ഥി. LDF-ലെ സംഘടനാ പ്രശ്നങ്ങൾ ഗുണപരമാകുമെന്ന വിലയിരുത്തൽ UDF-നുണ്ട്. അങ്ങനെ വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ജനങ്ങളുടെ ഇടയിലേക്ക് ചെല്ലുമ്പോൾ എനിക്ക് സ്വയം ഒരു ആത്മവിശ്വാസമുണ്ട്. 100% വിജയസാധ്യത ഞാൻ പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ തവണ ഉറച്ച ചുവപ്പുകോട്ടയാണ് തിരുനെല്ലി. 17 സീറ്റുകളിൽ 17ഉം ഇടതുമുന്നണിക്കായിരുന്നു. ഇത്തവണ അതിന് മാറ്റമുണ്ടാക്കാനുള്ള ശ്രമമാണ് UDF നടത്തുന്നത്. 24 വയനാട്. ഇതോടെ ന്യൂസ് ബ്രേക്സിന്റെ സമയം പൂർണ്ണമാകുന്നു.